എല്ലാവർക്കും പുതുവത്സരാശംസകൾ ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് 2026 നമ്മളുടെ ആദ്യത്തെ വീഡിയോ ഇന്ന് ജനുവരി 2-ാം തീയതിയാണ് ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസംബർ 31 ആ ഒരു ഈ വില വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ പതിവ് പോലെ എഴുന്നേറ്റ് പുറത്തേക്ക് നോക്കുമ്പോൾ എപ്പോഴും ഗ്രൗണ്ടിൻ്റെ അങ്ങേ അറ്റം വരെ ഇങ്ങനെ കാണാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ ഈ ക്രിസ്മസ് എന്നോട് അനുബന്ധിച്ച് ആ ഗ്രൗണ്ട് മൊത്തത്തിൽ കെട്ടി അടച്ച് കളഞ്ഞതുകൊണ്ട് നമുക്ക് വളരെയധികം വിഷമമായിപ്പോയി. ഈ ഒരു സൈഡിലുള്ള ഞങ്ങളൊരു 5 വീട്ടുകാരുണ്ട്. ഈ 5 വീട്ടുകാർക്കും വലിയൊരു സങ്കടമായിപ്പോയി. കാരണം മുന്നോട്ട് നോക്കിയാൽ ഒന്നുമില്ല, വൻമതിൽ പോലെ നിൽക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തവണ ഒരു കാഴ്ചകളും കാണാൻ സാധിച്ചില്ല. കാഴ്ചകൾ കാണണമെങ്കിൽ മുകളിൽ പോയി നിൽക്കണം. മുകളിൽ ഏത് നേരം കയറി നിൽക്കുക വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊരു സങ്കടമുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നേരെ കാണുന്നത് ഈ ഒരു വൻമതിലാണ് കാണുന്നത്. ഏതായാലും അടുത്ത ഞായറാഴ്ച വരെയും അതവിടെ ഉണ്ടാകും. അതിന് ശേഷമേ അത് കഴിഞ്ഞ് പോകുള്ളൂ. അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് യൂട്യൂബ് വർക്ക് നല്ല രീതിയിലുണ്ടായിരുന്നൊരു ദിവസമാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല. അത് ഞാനങ്ങനെ എന്താ ഉണ്ടാക്കുക എന്നങ്ങനെ വിചാരിച്ചിരുന്നപ്പോൾ പുട്ടുണ്ടാക്കണമെങ്കിൽ തേങ്ങ ചിരണ്ടി എടുക്കണം. തേങ്ങ രണ്ടാളുള്ള മടി കൊണ്ട് തേങ്ങ പൊതിച്ചിട്ട് പോലുമില്ല. അതുകൊണ്ട് ആ ഒരു മടി കൊണ്ട് ഞാൻ വിചാരിച്ചത് ചപ്പാത്തി ഉണ്ടാക്കാം. അതിന് തേങ്ങ വേണ്ടല്ല. പിന്നെ ഉരുളക്കിഴങ്ങ് ഒരു 2-3 ഉരുളക്കിഴങ്ങ് ക്രിസ്മസിൻ്റെ ഉരുളക്കിഴങ്ങാണ്. ക്രിസ്മസിന് നമ്മൾ കട്ട്ലറ്റിന് എന്തൊക്കെയോ വേണ്ടിയിട്ടൊക്കെ വേവിച്ചതിൻ്റെ ബാക്കി ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതുണ്ടായിരുന്നു. അതൊന്ന് ഉടച്ചെടുത്തിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഒരു തരി ഗരം മസാലയും കൂടി ഇട്ടിട്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള വഴറ്റി അതൊന്ന് ആക്കിയെടുക്കണം. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ എണ്ണം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് കടലപ്പൊടി അതിൻ്റെ കൂടെ കുറുക്കിയിട്ട് കഴിയുമ്പോഴത്തേക്കും നല്ല ഗ്രേവി ആയിട്ട് കുറച്ചധികം കറി ഉണ്ടാകും. പക്ഷേ ഇതിൻ്റെ കറി വളരെ കുറച്ച് ഞങ്ങൾ 2 ആളും കഴിച്ചുള്ളൂ. അത് കഴിഞ്ഞിട്ട് ബാക്കി റയനൊട്ടും തന്നെ ഇഷ്ടമല്ല ആ കറിയൊന്നും. അത് ബാക്കി പിന്നെ എടുത്ത് വെക്കുകയും ചെയ്തത്. അപ്പോൾ ഇന്നും നമുക്ക് വേറെ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഇറച്ചി തന്നെ മേടിച്ചേക്കണം കേട്ടോ. അപ്പോൾ ബീഫ് ഇത്തവണയും 3 കിലോ ബീഫ് മേടിച്ചിട്ടുണ്ട്. ഇന്ന് തുടങ്ങിയിട്ട് നമുക്ക് കഴിക്കാനുള്ളതാണ്. പിന്നെ 3 കിലോ ബീഫ് എന്നൊക്കെ പറയുമ്പോൾ കൂടുതലൊന്നും ഇല്ല. പണ്ടത്തെ 1 കിലോ ഇറച്ചിയുടെ കഥ ഞാൻ ഇടയ്ക്ക് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കാറുണ്ട്. ആ 1 കിലോ ഇറച്ചി എന്ന് പറയുമ്പോൾ കുടുംബത്തിലുള്ള എല്ലാവർക്കും നല്ല രീതിയിൽ കഴിക്കാനുണ്ടാവും. പക്ഷേ ഇപ്പോൾ 3 കിലോ എങ്കിലും മേടിക്കണം. ഇത്തിരി നമുക്ക് 2-3 കാര്യങ്ങൾക്കായി എടുക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ നമ്മുടെ പഴയ കട്ടിംഗ് ബോർഡ് കഴുകി കൊണ്ടുവന്ന് വെച്ച് ഈ ഒരു സമയത്ത് മാത്രമേ ഈ കട്ടിംഗ് ബോർഡ് എടുക്കുള്ളൂ. അപ്പോൾ ഇത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ റോജറിനെ വല്ലാതെ മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ക്രിസ്മസിൻ്റെ ഈ ഒരു ദിവസം തന്നെ ആയിരിക്കുമല്ലോ ക്രിസ്മസും വരണത്. അപ്പോൾ അന്ന് റോജറാണ് എനിക്ക് ബീഫ് കട്ട് ചെയ്യാനൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്ത് തന്നത്. അവന് നല്ല ഇഷ്ടപ്പെട്ട് ഈ ഒരു കട്ടിംഗ് ബോർഡിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ അത് അവനെ ഓർത്ത് ഞാൻ മിസ് ചെയ്ത്. ശരിക്കും അവനാണ് കിച്ചണിൽ വന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തൊക്കെ തരാം. റയനും ചെയ്യും കേട്ടോ. എങ്കിലും റയൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. റയന് പാത്രം കഴുകൽ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ പറ്റുള്ളൂ. റൂബി നല്ല കുറുക്കമ്പലി ഉണ്ട് കേട്ടോ ഇവിടെ കിടന്നിട്ട്. അപ്പോൾ ഞാൻ ഇറച്ചിയെല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷമില്ലേ ഭൂരിഭാഗവും, അതായത് പകുതിയോളം ഏകദേശം ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ച്. വേറെ ഒരു ഓപ്ഷൻ ഇല്ല നമുക്ക് ചെയ്യാനായിട്ട്. കഴിഞ്ഞ ആഴ്ചയും ഫുള്ള് ബീഫ് തന്നെയായിരുന്നു. ഈ ആഴ്ച അത് തന്നെ ഉള്ളു. കാരണം നമ്മളിങ്ങനെ മട്ടൺ, ഡക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കാത്തതുകൊണ്ടാണ് കേട്ടോ. പോർക്ക് ഇങ്ങനെയുള്ള ഇറച്ചികളൊന്നും കഴിക്കാത്തതുകൊണ്ടാണ് നമുക്കിത് തന്നെ മേടിക്കേണ്ടി വന്നത്. പിന്നെ മീനാണെന്നുണ്ടെങ്കിലും ഇപ്പം അങ്ങനെ ഭയങ്കര വിലയാണ് മീൻ. അത് ഇവിടെ ആർക്കും വലിയ താല്പര്യമില്ലാത്തൊരു സാധനമാണ് മീൻ. അപ്പോൾ പിന്നെ ഭയങ്കര വില കൊടുത്ത് മീൻ മേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതാണ് അങ്ങനെ ബീഫാണ് കൂടുതൽ ഇഷ്ടമുള്ളത്. അതുകൊണ്ട് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ അത് പകുതി ഞാൻ വലിയ പീസായിട്ട് കട്ട് ചെയ്ത് ബിരിയാണിക്ക് വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള ബീഫ് കുറച്ച് റൂബിക്കും പിന്നെ ബാക്കിയുള്ളത് ഒന്നിച്ചങ്ങോട്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള ഇട്ട് വേവിക്കണേന് കേട്ടോ. അപ്പോൾ അത് അടപ്പത്തേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സമാധാനമാണ്. അല്ലെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇരുന്ന് കേടാകൂലേ. പച്ച ഇറച്ചിയൊക്കെ കുറേ നേരം പുറത്തൊക്കെ വെച്ച് സാവധാനം എടുത്തു കഴിഞ്ഞാൽ അത് കേടായിപ്പോൾ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനെ വേവിച്ചെടുക്കണം. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചുകൊണ്ട് അതിൽ കുറച്ചെടുത്തിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായത്. എന്നിട്ട് വലിയ പീസായിട്ട് കട്ട് ചെയ്തതിനകത്തേക്ക് ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ഇട്ടേക്കണത്. അതിൻ്റെ അകത്തേക്ക് ഇത്തിരി മല്ലിയില, പുതിനയില, ഉപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത് അതും കൂടി ചേർത്തിട്ട് നമ്മൾ വേവിച്ചിട്ട് ഇതിൻ്റെ ചൂടാറി നേരെ ഫ്രിഡ്ജിലോട്ട് വെക്കും. പിറ്റേ ദിവസം നമുക്ക് ഉച്ചക്ക് എടുത്താൽ മതിയല്ല. അപ്പോൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ല. സാധാരണ ഞാൻ എപ്പോഴും ഒരു കേക്ക്
ഒരു ക്രീം കേക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ ക്രീം കേക്ക് ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം നമ്മൾ 2 ക്രീം കേക്ക് കഴിച്ചതേ ഉള്ളൂ. 2 ക്രീം കേക്കും കൂടുതൽ ഞാൻ തന്നെയാണ് കഴിച്ചേക്കണത്. നമുക്ക് ഗിഫ്റ്റായിട്ട് തന്നതും നമ്മുടെ മോക്കടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പോൾ അത് 2ഉം കൂടുതൽ കഴിച്ചേക്കണത് ഞാനാണ്. വീണ്ടും ഒരു ക്രീം കേക്ക് ഉണ്ടാക്കി അത് മൊത്തത്തിൽ ഞാൻ തന്നെ കഴിക്കും. കൂടുതലും ഞാനാണ് കഴിക്കുക. അപ്പോൾ വേണ്ട, ഞാൻ ഉണ്ടാക്കി ഞാൻ കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയില്ല. പിന്നെ എന്നുണ്ടെങ്കിൽ നമ്മളുടെ കേക്കുകളാണെന്നുണ്ടെങ്കിലും ബാക്കി കേക്കുകൾ ഇരിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് കൊടുക്കാൻ സാധിച്ചില്ല നമുക്ക്. അപ്പോൾ ആ കേക്കുകൾ നമ്മുടെ കയ്യിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും അത് ഇരിക്കുന്നതല്ലേ, അപ്പോൾ നമുക്ക് രാത്രി ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ അതിലൊരു കേക്ക് എടുത്ത് വെക്കാം. കേക്ക് ഏതായാലും നമ്മൾ ഉണ്ടാക്കിയത് തന്നെയാണല്ലോ, കയ്യിലുണ്ടല്ല, അപ്പോൾ അത് വെക്കാം എന്നൊരു തീരുമാനത്തിൽ അങ്ങനെ കേക്കും ഉണ്ടാക്കിയില്ല. അങ്ങനെ ഒരുപാട് പണിയൊന്നും ചെയ്യാതിരുന്ന ഒരു ജനുവരി ആയിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വെറൈറ്റി ഡിഷസാണ് എപ്പോഴും ഉണ്ടാക്കുക കുട്ടികളൊക്കെ ഉള്ള സമയത്ത്. അങ്ങനെ നമ്മുടെ ബീഫ് എല്ലാം 3 കുക്കറിൽ വെച്ചതും ഏറെക്കുറെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ഉരുളക്കിഴങ്ങും ക്യാരറ്റും അടുത്ത ദിവസത്തേക്കൊക്കെ വേണ്ടിയിട്ടുള്ളത് ഒന്ന് പുഴുങ്ങിയിട്ട് എടുത്ത് വെക്കണം. അതും കുക്കറിലേക്ക് എടുത്ത്. പിന്നെ ഇനി നമ്മൾക്കിന്ന് കഴിക്കാനായിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങിട്ട ബീഫ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ഉരുളക്കിഴങ്ങ് പച്ചക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ബാക്കി 1 കിലോയിൽ ബാക്കിയുള്ളതെല്ലാം ഞാൻ വേവിക്കാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കിയപ്പോഴത്തേക്ക് ഒരുവിധം നല്ല രീതിക്ക് ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ആദ്യം ഉരുളക്കിഴങ്ങിട്ട് ഒരുവിധം വെന്തതിന് ശേഷം മാത്രം നമുക്ക് ബീഫ് അതിനകത്തേക്ക് ഇടാം. അല്ലെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് വേകുന്നതിനോടുകൂടി ബീഫ് വീണ്ടും കൂടുതൽ വെന്ത് അലിഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ മസാലകളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മല്ലിപ്പൊടി കൂടുതൽ എടുത്തിട്ടുണ്ട്, മുളക് പൊടി, കുരുമുളക് പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി, ഒരിത്തിരി ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് ആ പൊടികളിട്ട് നന്നായിട്ട് മൂത്തതിന് ശേഷം ഞാൻ അങ്ങനെ തക്കാളി ഇതിനകത്തങ്ങ് ഇടാറില്ല. ചിക്കൻ കറിക്കൊക്കെ ഇത്തിരി തക്കാളി നേരെ ഒരു പുളി ഇടാറുണ്ട്. ഇതിലും വേണമെന്നുണ്ടെങ്കിൽ ഇടാം. എന്തോ ഞാൻ അങ്ങനെ ഇട്ട് ശീലമില്ലാത്തതുകൊണ്ട് ഞാൻ ഇടാറില്ല. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഏതായാലും ഈ ഒരു ബീഫിൻ്റെ സൂപ്പ് ഉണ്ടല്ലോ അതിനകത്ത് കിടന്ന് വേകട്ടെ. വെന്ത് ഒരുവിധമായിട്ട് മാത്രം നമുക്ക് ബീഫ് അതിനകത്തേക്ക് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇനി ഇപ്പം നമ്മൾ 3 കൂട്ടത്തിന് വേണ്ടിയിട്ടാണ് ബീഫ് വേവിച്ചെടുത്തേക്കണത്. അപ്പോൾ ഒരു കൂട്ടം ഇപ്പോൾ കറിയായിട്ട് ആക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ കൂട്ടമാണ് ഇപ്പോൾ എടുത്തേക്കണത് കട്ട്ലറ്റിന് വേണ്ടിയിട്ട് ഒന്ന് കറക്കിയെടുക്കണം. പിന്നെ ബാക്കിയുള്ള ബീഫ് നേരെ ഫ്രിഡ്ജിൽ വെക്കാറുള്ളതാണ് പിറ്റേ ദിവസത്തെ സ്റ്റ്യൂ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ പിറ്റേ ദിവസത്തെ സ്റ്റ്യൂ ഇന്നിപ്പോൾ ഉണ്ടാക്കണ്ട, പിറ്റേ ദിവസം രാവിലെ ഉണ്ടാക്കിയാൽ മതി. 1-ാം തീയതി രാവിലെ ഉണ്ടാക്കിയാൽ മതി. കാരണം നമ്മൾ പാതിര കുർബാനക്കൊന്നും അങ്ങനെ പോകാറില്ല. കാരണം പുതുവർഷത്തിൻ്റെ ആ ഒരു 12 മണിക്കുള്ള സമയം നമ്മൾ വീട്ടിലിരുന്ന് എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിച്ച് കേക്ക് കട്ട് ചെയ്ത് കുറേ ഫ്രൂട്ട്സൊക്കെ കഴിച്ച് വൈനൊക്കെ കഴിച്ച് അങ്ങനെ ആ ഒരു സമൃദ്ധി കാണിക്കാനായിട്ടുള്ള വിഷുക്കണി പോലത്തെ ഒരു സംഭവം അത് ചെയ്യാറുണ്ട്. എൻ്റെ വീട്ടിലങ്ങനെ ചെയ്യാറുണ്ട്. വിഷുക്കണി വെക്കണതിന് തുല്യമായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ വെക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ആഘോഷിച്ച് പാട്ടൊക്കെ കേട്ട് പാട്ടൊക്കെ പാടി ചെറിയ രീതിയിൽ ഡാൻസൊക്കെ കളിച്ചിട്ടൊക്കെയാണ് അന്നത്തെ ഒരു ദിവസം തീർക്കുന്നത്. അല്ലാതെ ആ സമയത്ത് പള്ളിയിലാരും പോകാറില്ല. അപ്പോൾ ഇതിങ്ങനെ പറയുന്ന സമയത്ത് എൻ്റെ ബീഫ് കറി റെഡി ആകാനുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ച് കട്ട്ലറ്റിൻ്റെ ആ ഒരു കീമ ഒന്ന് വരട്ടി വെച്ചേക്കാം. പിന്നെ സാവധാനം ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇട്ട് വേവിച്ച ഇറച്ചിയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ ചെറിയ ഉള്ളി ഇനി എൻ്റെ കയ്യിലുള്ള കേട്ടോ. ഇത് സവാള അടുത്ത ദിവസത്തേക്ക് വേണ്ടി മാറ്റി വെച്ചേക്കുന്നതായതുകൊണ്ട് അത് എടുത്തില്ല. ചെറിയ ഉള്ളി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് അതിൽ കുറച്ചെടുത്ത് പിന്നെ ഒരിത്തിരി പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചില്ലേ ബിരിയാണിക്ക് വേണ്ടിയിട്ട് അത് കൂട്ടത്തിൽ നിന്ന് ഇത്തിരി അതും കൂടി ഇട്ടിട്ട് ഇത്തിരി ഗരം മസാലയും കുരുമുളക് പൊടിയും മാത്രമാണ് ഞാൻ ഇട്ടേക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഈ കീമ ഇട്ടിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഡ്രൈ ആക്കി എടുത്ത് ഇത്തിരി മല്ലിയിലയും കൂടി ഇട്ടിട്ട് പിന്നെ ഇതിനകത്തേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ടാൽ മാത്രം മതി. പിന്നെ നമ്മുടെ റൂബി കുഞ്ഞിൻ്റെ ബീഫ് എടുത്ത് വെച്ചതാ എന്തോ ബോംബ് പൊട്ടുമെന്നുള്ള പേടിയിൽ അവൾ അതിൻ്റെ പരിസരത്ത് പോലും വരാതെ ഓടി മാറിയത് കണ്ട. പിന്നെ അത് ഒരു കണക്കിന് അവൾക്ക് കൊടുത്തായിരുന്നു കേട്ടോ. പിന്നെ ദേ ഈ ഒരു പൂവ് 100 രൂപയാണ് ആ പൂവിന്. ഭയങ്കര വിലയിരിക്കുള്ളൂ ഈ ടൈമിൽ പൂവിന്. 100 രൂപയുടെ പൂവ് വളരെ കുറവാണ്. അപ്പോൾ എനിക്കിന്ന് രാത്രി നമ്മളുടെ ടേബിൾ ഈ പുതുവത്സരം ഇത് ആ ഒരു 12 മണി സമയത്ത് ഒരു ടേബിളൊക്കെ സെറ്റ് ചെയ്ത് നമ്മളെപ്പോഴും അങ്ങനെ തന്നെ വെക്കാറ്. അത് എൻ്റെ ചെറുപ്പത്തിലേ മുതലേ നമ്മളുടെ വീട്ടിൽ ചെയ്യുന്ന ആ ഒരു ശീലമാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് കേട്ടോ.
കാരണം പപ്പയുടെ വീട്ടിൽ അങ്ങനത്തെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. ഒന്നാമത് പപ്പയുടെ അപ്പച്ചനും അമ്മയൊക്കെ പ്രായമായ ആളുകളായിരുന്നു ഞാൻ കല്യാണം കഴിച്ച് വരുന്ന സമയത്ത്. പിന്നെ അവിടെ ഇങ്ങനെ പുറത്ത് കാഴ്ചകൾ കാണാനുള്ള ഒരു ഇതൊന്നുമില്ല, ഉള്ളിലല്ലേ വീടിരിക്കണത്. അതുകൊണ്ട് തന്നെ പുറത്ത് കാഴ്ചകളോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് കിടന്നുറങ്ങും മിക്കവാറും. സാധാരണ പോലത്തെ ഒരു ദിവസം തന്നെ ആയിരിക്കുള്ളൂ 31st എന്ന് പറഞ്ഞത്. 10 മണിക്കുള്ളിലൊക്കെ തന്നെ എല്ലാവരും കിടന്നുറങ്ങും. എനിക്കന്നൊക്കെ വലിയ സങ്കടമായിരുന്നു. നമ്മുടെ വീട്ടിൽ ആഘോഷിക്കുന്നതിൻ്റെ ആ ഒരു ഓർമ്മകളായിരുന്നു ആ സമയത്ത്. പക്ഷേ ഞങ്ങളുടെ വീടാണെന്നുണ്ടെങ്കിലും മെയിൻ റോഡിലായതുകൊണ്ട് ഭയങ്കര തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾക്കൊരു എൻജോയ്മെൻ്റാണ്. ഇത് പിന്നെ ആരും ഇല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ ആരെ നോക്കിയിരിക്കാനാണ്. അപ്പോൾ നേരത്തെ തന്നെ കിടന്നുറങ്ങും. പിന്നെ പപ്പയാണെന്നുണ്ടെങ്കിലും നാട്ടിലില്ല. പിന്നെ ഈ പ്രായമായ മാതാപിതാക്കൾ മാത്രമല്ലേ ഉള്ളൂ കൂടെ. അപ്പം ഞാൻ എൻ്റേതായ ഒരു കുടുംബജീവിതത്തിലേക്ക് കടന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ആ ഒരു സന്തോഷത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഫ്രൂട്ട്സുകളെല്ലാം മേടിച്ചത് കേട്ടോ. അപ്പോൾ ഒരുപാട് ഫ്രൂട്ട്സ് ഒന്നും മേടിച്ചിട്ടില്ല, പല ടൈപ്പ് എല്ലാം കൂടി മിക്സ് ചെയ്ത് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ചായിട്ട്. കാരണം ഫ്രൂട്ട്സിനൊക്കെ ഭയങ്കര വിലയാണ്. ഇപ്പോൾ ഈ ഒരു ഫ്രൂട്ട്സിന് 850 രൂപയോളം ആയിട്ടുണ്ടെന്ന് പറഞ്ഞ്. 850 രൂപയ്ക്ക് ഇത്രയും ഫ്രൂട്ട്സാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് കിട്ടുക. പിന്നെ കൂടുതലും ആ മുന്തിരിയൊക്കെ ഭയങ്കര വില കൂടിയ മുന്തിരി, പച്ച മുന്തിരിയില്ലേ, അതൊക്കെ സാധാരണ മുന്തിരി കിട്ടിയില്ല. അതുകൊണ്ട് പപ്പ അത് മേടിച്ചാണ്. അത് ഭയങ്കര വിലയാണെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്, അത് ഒരെണ്ണം മേടിക്കാൻ പറ്റില്ല. ഡ്രാഗൺ ഫ്രൂട്ട് ഭയങ്കരമായിട്ട് പഴകിയ ഡ്രാഗൺ ഫ്രൂട്ടാണ് പപ്പ കൊണ്ടുവന്നത്. അത് വാടിയിരിക്കണത്, അതിന് വിലയുമുണ്ട്, അന്നത് വാടിയായിരിക്കണത്. അങ്ങനെ കുറേ. പിന്നെ ഓറഞ്ച്, മാംഗോ അതൊന്നും ഇല്ലായിരുന്നെന്ന് പറഞ്ഞാൽ അതൊന്നും മേടിക്കാൻ വിട്ടുപോയി. അപ്പോൾ കിട്ടാവുന്ന എല്ലാ ഫ്രൂട്ട്സും തന്നെ ഞാൻ ഈ സമയത്ത് മേടിച്ച് വെക്കാറുണ്ട്. ചില സമയത്ത് ഞാൻ തന്നെ പോകാനായിട്ട് എനിക്ക് സമയം കിട്ടിയാൽ ഞാൻ പോയിട്ടാണ് ഫ്രൂട്ട്സൊക്കെ മേടിക്കണം. അപ്പോൾ ഞാൻ നോക്കി എല്ലാ ഫ്രൂട്ട്സും ഒരെണ്ണമെങ്കിലും വെച്ചിട്ട് എടുക്കാൻ അത്രയും നമുക്ക് പറ്റുള്ളൂ. എല്ലാ 1 കിലോ എടുത്ത് തരണമെങ്കിൽ ഒരു 4000 രൂപയെങ്കിലും ആകും അത്രയും ഫ്രൂട്ട്സ് എടുക്കുമ്പോൾ. അതുകൊണ്ട് നമ്മൾ 2 ആപ്പിൾ, 2 ഓറഞ്ച്, അങ്ങനെ എല്ലാം കുറച്ചധികം ഫ്രൂട്ട്സുകൾ മേടിക്കും കേട്ടോ. പക്ഷേ ഇത്തവണ അധികം ഫ്രൂട്ട്സ് കിട്ടിയിട്ടില്ല. അങ്ങനെ പപ്പ അതും പൂവൊക്കെ ഇട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി പൂവൊന്ന് ചെറിയ രീതിയിലൊരു ഫ്ലവർ വൈസ് അറേഞ്ച് ചെയ്യണം. ഞാൻ 2-3 ഫ്ലവർ വൈസൊക്കെ അറേഞ്ച് ചെയ്യണം. പക്ഷേ ഈ 100 രൂപ കിട്ടിയ പൂവ് വളരെ കുറവാണ്. ഇലയും അധികം കിട്ടിയിട്ടില്ല, സൈപ്രസ് ഇല കിട്ടിയിട്ടില്ല, മറ്റേ ഒരു വേപ്പില പോലത്തെ ഒരു ഇല കിട്ടിയേക്കണം. അതുകൊണ്ട് ഈ ഇലയും ഇല്ല. അങ്ങനെ ഒരു ശോകാവസ്ഥയിലാണ് പൂ കിട്ടിയത്. പിന്നെ ഞാൻ റൈനും കൂടി ആ കട്ട്ലറ്റൊക്കെ ഒന്ന് എടുത്ത് ഡബിൾ കോട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടാണ്. പിന്നെ ബ്രെഡ് ക്രംസ് നമ്മൾ മേടിച്ചിട്ടുണ്ടാകുന്നില്ല, അത് വെച്ചിട്ടൊക്കെ ഒന്ന് ഡബിൾ കോട്ട് ചെയ്തൊക്കെ എടുത്ത് പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ള ഉരുളക്കിഴങ്ങ്, ക്യാരറ്റെല്ലാം ഒന്ന് അരിഞ്ഞ് വെച്ചതാണ്. കാരണം രാവിലെ നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഇനി അരിഞ്ഞൊക്കെ നിന്ന് നേരം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതെല്ലാം അരിഞ്ഞെടുത്ത് അതും ഫ്രിഡ്ജിലോട്ട് വെച്ച്, സ്റ്റൂവിനുള്ള ഇറച്ചി ഫ്രിഡ്ജിലേക്ക് വെച്ച് തണുത്ത് കഴിഞ്ഞപ്പോൾ ബിരിയാണിക്ക് വേണ്ടി വേവിച്ചേക്കുന്ന ഇറച്ചി അതും തണുത്ത് കഴിഞ്ഞപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെച്ച്, കട്ട്ലറ്റ് എടുത്ത് വെച്ച്, അങ്ങനെ എല്ലാം ഫ്രിഡ്ജിൽ സമാധാനമായിട്ടിരിക്കുന്നുണ്ട്. ഇനി രാവിലെ നമുക്ക് ഉണ്ടാക്കിയാൽ മതി അതെല്ലാം. അപ്പോൾ ഉള്ള പോലെ ഫ്ലവറൊന്നും അറേഞ്ച് ചെയ്ത് വെച്ചത് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എനിക്ക് ഇത്തവണ എന്തായാലും സ്റ്റ്യൂ ഉണ്ടാക്കുമ്പോൾ വെള്ളയപ്പം അതിനെ കൂടി കഴിക്കണമെന്ന് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് ഇത്തിരി അരിപ്പൊടി കുറുക്കിയെടുത്താണ്. കാരണം എൻ്റെ കയ്യിൽ ചോറില്ല, അവിലൊന്നും ഉണ്ടായിരുന്നില്ല, ചോറൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. കാലത്ത് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചോറ് ബാക്കിയുള്ളത് വെച്ചിട്ടാണ് ഉച്ചക്കും രാത്രി വരെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തത്. ചപ്പാത്തിയും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറ് വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചോറെല്ലാം തീർന്ന് ചോറ് അരച്ച് തന്നെയാണ് ഞാൻ ചേർക്കുന്നത്, എളുപ്പം തീരുമല്ല. അപ്പോൾ അതൊന്ന് കുറുക്കിയെടുത്തിട്ട്, അപ്പോൾ നമ്മൾ മാവ് അരച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് നിന്ന് കുറച്ചെടുത്തിട്ട് കുറുക്കിയാലും മതി. അപ്പോൾ ഞാനിതൊന്ന് തണുക്കട്ടെ എന്ന് വിചാരിച്ചാൽ ആദ്യം തന്നെ ഇത് കുറുക്കി വെച്ചിട്ടാണ് മാവ് അരക്കാൻ നിന്നത് കേട്ടോ. അപ്പോൾ ആകെ 2 കപ്പ് അരി എടുത്തിട്ട് അതൊന്ന് കുതിർത്ത് കാലത്ത് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. തേങ്ങയും പഞ്ചസാരയും ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് അരച്ച് വെച്ച്, പിന്നെ അത് രാവിലെ ഇനി നമ്മൾ ഉണ്ടാക്കാൻ എടുക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈസ്റ്റ് എന്ന് പറയുന്നത് 2-3 മണി മാത്രമാണ് ഞാൻ ചേർത്തത്. മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ ഈസ്റ്റാണ്, തരിയാണിത്, മണിയെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ 2-3 തരി പോലെയുള്ള ഈസ്റ്റ് മാത്രമേ ഞാൻ ചേർത്തുള്ളൂ. കാരണം സാവധാനം രാവിലെ 8 മണിക്കൂറുകൾക്ക്, രാവിലെ നമ്മൾ ചിലപ്പോൾ 8:30-9 മണിക്ക് ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാക്കുക. ആ സമയം കൊണ്ട് പൊങ്ങി വന്നാൽ
മതി എന്ന് വിചാരിച്ച്. അപ്പോൾ ഈസ്റ്റിൻ്റെ ആ ഉപയോഗവും കുറഞ്ഞ് കിട്ടിയല്ല. നമ്മൾ പെട്ടെന്നൊരു മണിക്കൂറിനുള്ളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ ഈസ്റ്റ് ഇടണം. ഇത് വളരെ കുറച്ച്, ഇപ്പോൾ കണ്ടില്ലേ, ഒരു തരി പോലെ ഒരു ഇത്തിരി ഒന്ന് എടുത്തിട്ടിട്ട് അതും കൂടി ചേർത്ത് അരച്ച്, പിന്നെ നമ്മൾ കുറുക്കിയെടുത്തതും കൂടി ചേർത്ത് അരക്കും കേട്ടോ. അപ്പോഴാണ് അത് എല്ലായിടത്തും ഒന്ന് കറക്റ്റായി ഒന്ന് ബ്ലെൻഡായിട്ട് വരുള്ളൂ. അപ്പോൾ അത് അങ്ങനെയും കൂടിയിട്ട് ചെയ്ത് അതും ഒന്ന് പൊങ്ങാൻ വെച്ചതിന് ശേഷമാണ് പിന്നെ നമ്മളുടെ ടേബിൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ പോയത്. അപ്പം നമ്മളുടെ പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാതിൽ തുറക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ആരവവും പാട്ടും ബഹളവും നമുക്ക് കാതടപ്പിക്കുന്ന ശബ്ദമാണ്. നമ്മളതിൻ്റെ മുന്നിൽ തന്നെ ആയതുകൊണ്ട് കാര്യങ്ങളെല്ലാം നമുക്കിഷ്ടമുള്ളത് തന്നെയാണ്, നല്ല ഒരു സന്തോഷമുള്ള സമയങ്ങളാണ്. എങ്കിലും നമ്മൾ തൊട്ട് മുന്നിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ 5 വീട്ടുകാർക്കും വല്ലാത്ത ഡിസ്റ്റർബൻസാണ്. പക്ഷേ അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുന്നുണ്ട്. നാട് മൊത്തത്തിൽ ആഘോഷിക്കുന്നതല്ലേ, അപ്പം നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാതെ നിവർത്തിയില്ല. അപ്പോൾ അങ്ങനെ വാതിൽ പോലും തുറക്കാൻ പറ്റാതെ വാതിലൊക്കെ പൂട്ടിയിട്ടേക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ശബ്ദങ്ങളെല്ലാം മ്യൂട്ട് ചെയ്തേക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്കത് കേൾക്കാൻ സാധിക്കാത്ത ഭയങ്കര ശബ്ദമാണ് പുറത്ത്. അപ്പോൾ ആളുകളെല്ലാം ഒരു വൈകുന്നേരം 4 മണിയോടുകൂടി തന്നെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പപ്പാഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ മിക്കവാറും എല്ലാ വർഷവും ഭയങ്കര തിരക്ക് തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഞങ്ങളാരും പുറത്തിറങ്ങാറേ ഇല്ല ഇന്നത്തെ ദിവസം. ശരിക്കും നാട്ടുകാർ പുറത്തിറങ്ങൂല, പുറത്തുനിന്ന് വരുന്ന ആളുകളാണ് ഇത് ആഘോഷിച്ചിട്ട് പോവുക. പണ്ടെല്ലാം നമ്മളെല്ലാവരും പുറത്തിറങ്ങി ഭയങ്കര ആഘോഷങ്ങളൊക്കെയാണ്. എല്ലാ വീടിൻ്റെ മുന്നിലും ഉണ്ടാകും പാട്ട് വെച്ച് ഡാൻസ്. എല്ലാ വീട്ടിലും ബന്ധുക്കളൊക്കെ വന്ന് എല്ലാവരും കൂടി ഡാൻസും പാട്ടും ഒക്കെ ഇട്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും അല്ല. ഇപ്പോൾ ആർക്കും ബന്ധുക്കളൊന്നും വരില്ല വീട്ടിലേക്ക്. കാരണം വന്നു കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. കാരണം വാഹനങ്ങളൊന്നും പോവില്ല. അപ്പോൾ 4 മണിക്ക് തന്നെ വാഹനങ്ങളെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. കുറേ ഒരു 2-3 കിലോമീറ്ററിൻ്റെ അപ്പുറത്ത് വരെ വാഹനങ്ങൾ വരാൻ പാടുള്ളൂ. അതിൻ്റെ ഇപ്പുറത്തേക്ക് നടന്ന് വേണം വരുന്ന ആളുകൾക്ക് വരാൻ. അപ്പോൾ അങ്ങനെയാണ് പോലീസിൻ്റെ നിയന്ത്രണങ്ങൾ ഏർപ്പാടാക്കിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഒന്നും തന്നെ ഇതൊന്നും കാണാനായിട്ട് നമുക്ക് സാധിക്കില്ല, പുറത്തേക്ക് ഇറങ്ങാനും സാധിക്കില്ല. അപ്പോൾ ഏതായാലും നമ്മൾ വീടിൻ്റെ അകത്ത് തന്നെ പെട്ടിരിക്കണേന്. അങ്ങനെ ഏതായാലും ഞാനും റയനും കൂടി ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത്, കഴിഞ്ഞ വർഷം ടേബിൾ സെറ്റ് ചെയ്തതും ഇവിടെ 3 മക്കളുണ്ടായിരുന്നതൊക്കെ ഓർത്തപ്പോൾ ഇന്നത്തെ ദിവസം കുറച്ച് എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം 3 സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ല, എല്ലാവരും ഒന്നിച്ചൊരിക്കലും ഉണ്ടാവാറില്ല. കഴിഞ്ഞ വർഷം റിച്ചാർഡ് ചീഫ് മേറ്റിൻ്റെ എക്സാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. കോഴ്സുകൾ ചെയ്യലും എക്സാം എല്ലാം കൂടി അവൻ വളരെ തിരക്കായിരുന്നു. ഭയങ്കര ടെൻഷൻ ടൈം ആയിരുന്നെങ്കിൽ തന്നെയും ആൾ വീട്ടിലുണ്ട് എന്നുള്ള ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു. ഇത്തവണ ഏതായാലും 2 പേരില്ല, ഒരാൾ എങ്കിലും ഉണ്ട് എന്നോർത്ത് ഞാൻ സമാധാനിച്ച്. അപ്പോൾ ഇതായിരുന്നു കഴിഞ്ഞ കൊല്ലം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ടേബിൾ കേട്ടോ. അപ്പോൾ ഇത്തവണത്തെ ടേബിൾ കുറച്ച് ക്രൗഡായിപ്പോയി എന്നൊക്കെ റയം പറയേണ്ടായിരുന്നു, ഒരുപാട് സാധനങ്ങളായിപ്പോയി. അപ്പോൾ ഇതും ഏതോ ഒരു വർഷത്താണ്. പിന്നെ ഈ ഒരു കേക്ക് നമ്മൾ ഉണ്ടാക്കിയത് ഏത് വർഷമാണെന്ന് ഞാൻ ഓർക്കണില്ല. അങ്ങനെ എല്ലാ കേക്കുകളും ഞാൻ തന്നെ വീട്ടിൽ ഐസിങ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഈ ഒരു കേക്കും ഞാൻ തന്നെ ഐസിങ് ചെയ്തെടുത്തത്. അപ്പോൾ അങ്ങനെ ഓരോ തവണയും ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ ഓരോ കേക്ക് ഇങ്ങനെ ഉണ്ടാക്കിയൊക്കെ വെക്കും. പക്ഷേ ഇത്തവണയാണ് ഞാൻ മടിഞ്ഞത് കേക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാ കേക്കുകൾ, ഇപ്പോൾ കാണിച്ച കേക്കുകളെല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കി ഐസിങ് ചെയ്ത് ഒക്കെ എടുത്ത് വെക്കുന്നതാണ്. ഇത്തവണയും എനിക്ക് ഞാൻ തന്നെ കേക്ക് ഐസിങ് ചെയ്ത് ഉണ്ടാക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലാം കൂടി ചേർന്നൊരു മടിയായിരുന്നു, ഞാൻ ചെയ്തില്ല. അപ്പോൾ ഇത്തവണത്തെ ടേബിൾ സെറ്റ് ചെയ്തിട്ടെടുത്ത ഫോട്ടോ ഇതായിരുന്നു കേട്ടോ. പിന്നെ ഏതായാലും കുറച്ച് ടൈം ഉണ്ടായിരുന്നു, നമുക്ക് ടേബിളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ടൈം ഉണ്ടായിരുന്നു. പപ്പ പോയി കിടന്ന് ഉറങ്ങി കേട്ടോ. പപ്പ പറഞ്ഞ് സമയമാകുമ്പോൾ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വരാം. ഒരു 10 മണിയാകുമ്പോൾ പപ്പ പോയി കിടന്നുറങ്ങി. പപ്പയുടെ വീട്ടിലെ ആ ഒരു സ്റ്റൈലിലാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിലെ സ്റ്റൈലിലും പോകും. അത് ആർക്കും പരാതിയും പരിഭവമൊന്നുമില്ല. പപ്പ പോയി കിടന്നോട്ടെ, ഒരു കുഴപ്പമില്ല. അപ്പോൾ പപ്പയുടെ ഫ്രണ്ട്സൊക്കെ പപ്പനെ അന്വേഷിച്ച് ഇവിടെ വന്ന് വിളിച്ചിട്ടാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് പപ്പ കിടക്കണേണ്, ഇനിയിപ്പോൾ കേക്ക് കട്ടിങ്ങിന് ടൈമിൽ എഴുന്നേക്കുള്ളെന്ന് പറഞ്ഞ് വിട്ടിട്ട്. അപ്പോൾ അവരെന്ത് വിചാരിച്ചിട്ടുണ്ടാവും എന്നറിയില്ല, ഇത്രയും ആരവങ്ങളും ആഘോഷങ്ങളുള്ള രാത്രി പപ്പ പോയി കിടന്ന് ഉറങ്ങിയ എന്നുള്ളത് അവരും ചിന്തിച്ചിട്ടുണ്ടാവണം. ഏതായാലും പപ്പ മദ്യപാനത്തിനൊന്നും നിൽക്കാത്തത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. അല്ലെന്നുണ്ടെങ്കിൽ ഈ വരുന്ന ഫ്രണ്ട്സ് എല്ലാം മദ്യപിക്കുന്നവരാണ്. അവരെല്ലാവരും പപ്പനെ വിളിച്ചുകൊണ്ടിരിക്കും, ഞങ്ങളുടെ കൂടെ ഒന്നിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. പപ്പ പോകില്ല, പപ്പക്ക് ഒട്ടും താല്പര്യമില്ല, മദ്യപാനത്തിലേക്കേ താല്പര്യമില്ല. അതുകൊണ്ടാണ് പപ്പ കൂടുതലും കിടന്നുറങ്ങുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ.
അപ്പോൾ അങ്ങനെ ഞങ്ങൾ സമയം ആയി 12 മണിക്ക് കേക്ക് കട്ട് ചെയ്ത് വൈനൊക്കെ എടുത്ത് കുടിച്ച് കുറച്ച് നേരം അവിടെ അങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്ന് പുറത്ത് ആരവങ്ങളൊക്കെ പോയി കേൾക്കുകയും കാണുകയൊക്കെ ചെയ്ത് പിന്നെ ഫ്രൂട്ട്സുകളൊക്കെ എടുത്ത് കുറച്ച് കഴുകിയെടുത്ത് ഒന്നും കഴുകാതെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. കഴുകിയാൽ അതൊക്കെ ഉതിർന്ന് പോകും, അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി പോകില്ല എന്ന് വെച്ചിട്ട് കഴുകാതെ വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് നമ്മളുടെ ബേക്കിംഗ് സോഡയൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് റയനാണ് കൂടുതലും ഫ്രൂട്ട്സൊക്കെ കഴിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ റയന് ഒക്കെ കൊടുത്ത് പപ്പ വളരെ കുറച്ച് അങ്ങനെ രാത്രി കഴിച്ചുള്ളൂ. പിന്നെ ഞാനും റയനും കൂടിയാണ് കുറേ അധികം നേരം ഇരുന്ന് വെച്ചത്. പപ്പ അപ്പം തന്നെ പോയിട്ട് കിടന്ന്. പപ്പക്ക് അങ്ങനെ രാത്രി നിൽക്കണമെന്നും ഒട്ടും ഇഷ്ടമൊന്നുമല്ല. അങ്ങനെ നമ്മൾ ഏതായാലും ഇത്തവണ 3 പേരും കൂടിയിട്ട് ഇതിന് മുൻപ് 2 വർഷത്തിന് മുൻപ് ഞാനും പപ്പയും മാത്രമായിട്ടായിരുന്നു ജനുവരി 1 ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് ഭയങ്കര വിഷമം, സഹിക്കാൻ പറ്റാത്ത വിഷമമായിരുന്നു. കാരണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു 3 കുട്ടികളും കൂടെ ഇല്ലാത്തത്. ഏതെങ്കിലും ഒരാളെപ്പോഴും കൂടെ ഉണ്ടാവും, 3 പേരും ഇല്ലാത്തൊരു സന്ദർഭം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു. പപ്പക്ക് പിന്നെ അങ്ങനെയുള്ള മിസ്സിങ് കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല കേട്ടോ. ഇപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഞാനും പപ്പയും മാത്രമാകുമ്പോൾ ഒരു തമാശ പറഞ്ഞാൽ പപ്പ ചിരിക്കുക അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമുക്ക് ചിരിയാണ് നമുക്ക് നഷ്ടപ്പെട്ടതെന്ന് എനിക്ക് തോന്നാറുണ്ട്. കുട്ടികളില്ലെങ്കിൽ ചിരിക്കാനുള്ള ആ ഒരു വകുപ്പൊന്നുമില്ല. എന്തായാലും ഇത്തവണ റയനെങ്കിലും ഉണ്ട്, ആ ഒരു സന്തോഷമുണ്ട്. അങ്ങനെ പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് മോളിൽ പോയി നിന്നിട്ട് കുറച്ച് നേരം അവിടുത്തെ കാഴ്ചകളും കണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്ത് നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു. ശരി.